മുതിർന്ന നേതാവ്, ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ. അങ്ങനെ ഒരു വ്യക്തി 2026 ഇലക്ഷനിൽ പാർട്ടിക്കെതിരായി മത്സരിക്കുന്ന ഒരു സവിശേഷ കാഴ്ചയാണ് അമ്പലപ്പുഴയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ കേരളം ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂടിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലത്തിലെ വ്യക്തിയെക്കുറിച്ചാണ്. ജി സുധാകരൻ. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായ ജി സുധാകരനെ ഇത്രയും നാൾ കൂടെ നിന്ന പാർട്ടി തന്നെ വർഗവഞ്ചകൻ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ആ വാക്കുകൾക്കും പരിഹാസങ്ങൾക്കും ഒന്നും ചെവി കൊടുക്കാതെ തന്നെ ഇത്രയും നാൾ വിശ്വസിച്ച അമ്പലപ്പുഴയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് CPM എന്ന പാർട്ടി മേൽവിലാസമില്ലാതെ ഇറങ്ങുകയാണ് അദ്ദേഹം. 2006, 2011, 2016 എന്നീ 3 തെരഞ്ഞെടുപ്പുകളിലും ജി സുധാകരനെ പിന്തുണച്ചവരാണ് അമ്പലപ്പുഴക്കാർ. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പാർട്ടി മേൽവിലാസമുണ്ടായിരുന്നു. നിലവിലെ MLA ആയ H. സലാമാണ് ഇവിടത്തെ LDF സ്ഥാനാർത്ഥി. ഇതൊരു വ്യത്യസ്തതയുള്ള പോരാട്ടമാണ്. ഇതിലേതാണ് ഇടതെന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. മൊത്തം 7 തവണ ജി സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അതിൽ 4 തവണ വിജയിച്ചിട്ടുമുണ്ട്. അതിൽ 2 തവണ മന്ത്രിയായി. ആലപ്പുഴ നഗരസഭ പ്രതിപക്ഷ നേതാവായും പ്രഥമ ജില്ലാ കൗൺസിൽ പ്രസിഡന്റായും പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1970 SFI രൂപവൽക്കരിച്ചപ്പോൾ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അന്നത്തെ ചുറുചുറുക്കുള്ള ഈ യുവ നേതാവ്. 43 വർഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഇങ്ങനെ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രസ്ഥാനത്തോടൊപ്പം വളർന്ന വ്യക്തിയാണ് ഇപ്പോൾ ആ കൂടുവിട്ട് സ്വതന്ത്രനായത്. പാർട്ടി വിടുമ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചത് രാഷ്ട്രീയമല്ല എന്നുള്ളതുകൊണ്ടാണ് സ്വതന്ത്രനായി ജനസമ്മതി തേടിയിറങ്ങിയത്. അതിലാകട്ടെ മുൻപത്തെ എതിരാളികൾ അദ്ദേഹത്തിനെ ഇപ്പോൾ പിന്തുണയുമേകുന്നു. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. പകരം സർവ്വസന്നാഹങ്ങളുമായി സുധാകരനെ പിന്താങ്ങാനുള്ള തീരുമാനത്തിലാണ് UDF നേതൃത്വം. സ്വാതന്ത്ര്യ സമരത്തിന്റെയും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പ്രദേശമാണ് അമ്പലപ്പുഴ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇവിടെ വലിയ ജനസ്വാധീനമുണ്ട്. ആ മണ്ണിലാണ് ഇന്ന് പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ ചർച്ചയാകുന്നത്. പുറത്തുപോയത് പാർട്ടി പാരമ്പര്യത്തിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കെ അത് രാഷ്ട്രീയ കേരളത്തിന് അത്ര നിസ്സാരമായി എടുക്കാൻ കഴിയുന്നതുമല്ല. 6.5 പതിറ്റാണ്ടിന്റെ ചുവപ്പിന്റെ ചരിത്രമുണ്ടാകും ജി സുധാകരന് പറയാൻ. അതേ വ്യക്തി പാർട്ടിക്കുള്ളിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയുടെ മണ്ണിൽ അദ്ദേഹം സ്വതന്ത്രനായി ഇറങ്ങുമ്പോൾ അത് LDFന്റെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. 2006 സുധാകരൻ LDF മുന്നണിക്ക് വേണ്ടി വോട്ട് തേടിയപ്പോൾ 11,929 വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥിയായ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് D. സുഗതനെ തോൽപ്പിച്ചത്. 2011 കോൺഗ്രസിന്റെ M. ലിജുവിനെ തറപറ്റിച്ചതാകട്ടെ 16,580 വോട്ടുകൾക്കും. 2016 ആ ഭൂരിപക്ഷം വീണ്ടും ഉയർന്നു. 22,621 വോട്ടുകൾക്ക് JDUവിലെ ഷെയ്ഖ് P. ഹാരിസിനെ തോൽപ്പിച്ചു. 2021 H. സലാം LDFന് വേണ്ടി അമ്പലപ്പുഴയിൽ രംഗത്തിറങ്ങിയപ്പോൾ പക്ഷേ സുധാകരൻ ഉയർത്തിക്കൊണ്ടുവന്ന ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞ കാഴ്ചയാണ് മണ്ഡലത്തിൽ നാം കണ്ടത്. M. ലിജുവിനെ സലാം തോൽപ്പിച്ചത് 11,125 വോട്ടുകളുടെ മാർജിനിലാണ്. ശക്തമായ ഇടത് സ്വാധീനമുള്ള മണ്ണിൽ അവസാനമായി ഒരു UDF സ്ഥാനാർത്ഥി ജയിച്ചത് 2001 കോൺഗ്രസിലെ D. സുഗതനാണ്. തുടർന്നാണ് മണ്ഡലത്തിൽ സുധാകരന്റെ സാന്നിധ്യം 2006 മുതൽ കരുത്തേകിയത്. സുധാകരൻ ഒരു വ്യക്തിയാണെന്നും പ്രസ്ഥാനം വോട്ട് നേടുന്നത് വ്യക്തിയിൽ അധിഷ്ഠിതമായി അല്ല എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വാദിച്ചാലും ജി സുധാകരനെ പോലെ പ്രസ്ഥാനത്തിന് വേണ്ടി 6.5 പതിറ്റാണ്ട് വിയർപ്പൊഴുക്കിയ ഒരു നേതാവിന്റെ ഇത്തരമൊരു നീക്കമുണ്ടാക്കുന്ന പ്രകമ്പനം ചെറുതാകില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ CPMൽ നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാകാത്ത സാഹചര്യമായതിനാലാണ് പാർട്ടി വിടുന്നതെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്നു. അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ UDF തങ്ങളുടെ പിന്തുണ കൂടി അറിയിച്ചതുകൊണ്ട് തന്നെ സുധാകരന് കൂടുതൽ ശക്തിയേകാൻ അത് ഉപകരിക്കുകയും ചെയ്യും. ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതും. ഒരുപക്ഷെ വലിയ ചർച്ച ആകുമായിരുന്നില്ല അമ്പലപ്പുഴയിലെ മത്സരം. പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അമ്പലപ്പുഴയിലെ രാഷ്ട്രീയം പുകഞ്ഞപ്പോൾ ഇത്തവണ 2 ഇടതുപക്ഷക്കാർ തന്നെ ഏറ്റുമുട്ടും എന്ന സ്ഥിതിയായി. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചു. വിധിയറിയാൻ കാത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തായി അങ്ങനെ അമ്പലപ്പുഴ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.